ഹൈദരാബാദ് എന്ന പ്രേമ നഗരിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അത്ഭുതങ്ങളുടെ നാടായിട്ടാണ് ലോക ജനത അറിയപ്പെടുന്നത്. അത്രമാത്രം ചരിത്ര വസ്തുതകൾ നിറഞ്ഞതാണ് ഇന്ത്യയുടെ പഴയകാല ചരിത്രം. അത് കേൾക്കുവാനും അറിയുവാനും എല്ലാവർക്കും താല്പര്യമുണ്ടാകും. അത്തരം ഒരു ചരിത്ര വസ്തുതകൾ കണ്ടെത്തലാണ് നമ്മൾ നടത്തുന്ന ഓരോ യാത്രയിലും. കഴിഞ്ഞ എപ്പിസോഡിൽ ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടതാണ് നമ്മൾ. ഹൈദരാബാദിലെ ചരിത്ര വസ്തുതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഓരോ നാടിൻ്റെയും സ്ഥലപ്പേരുകൾക്കും രാജഭരണകാലത്തെക്കുറിച്ചും അതിശയം കലർന്ന ഒട്ടേറെ കഥകളുണ്ടായിരിക്കും. ആ കഥകൾ കണ്ടെത്താൻ കഴിയുന്നതാണ് ഓരോ യാത്രയുടെയും വിജയം. അത്തരം രസകരമായ കഥ ഹൈദരാബാദ് എന്ന നഗരത്തിനും പറയുവാനുണ്ട്. സുൽത്താൻമാരുടെയും രാജാക്കന്മാരുടെയും ഒരു സുവർണ കാലഘട്ടത്തിൽ സംഭവിച്ചതുമായ അതിശയം കലർന്ന കഥകൾ ഇന്ത്യ മഹാരാജ്യത്തിൽ പറയുവാനുണ്ട് എന്നത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ആ മനോഹരമായ നാട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഗോൽക്കൊണ്ട ഫോർട്ട്, ഹൈദരാബാദിലെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹൈദരാബാദ് എന്ന നഗരം ആദ്യം അറിയപ്പെട്ടത് ഗോൽക്കൊണ്ട എന്ന പേരിലാണ്. ബാഹുബലി സുൽത്താൻമാർ ഗോൽക്കൊണ്ട രാജ്യം ഭരിച്ചിരുന്നത് ഉദ്ദേശം 1300കളിലായിരുന്നു. ഗോൽക്കൊണ്ട എന്നത് അക്കാലത്ത് കൊല്ലം കൊണ്ട എന്ന ആടുമാടുകളെ മേയ്ക്കുന്ന പ്രദേശമായിരുന്നു. അന്നത്തെ ഒരു ഹിന്ദു കുടുംബത്തിൽ ഭാഗമതി എന്ന സുന്ദരിയായ പെൺകുട്ടി ജീവിച്ചിരുന്നു. മുഹമ്മദ് കുലി കുത്തബ് ഷാ എന്ന യുവരാജാവ് ഒരു സവാരിക്ക് പുറപ്പെട്ടപ്പോൾ അവിചാരിതമായാണ് ആ സുന്ദരിയെ കണ്ടുമുട്ടാനിടയായത്. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ യുവരാജാവ് ഏതു സമയവും അവളെക്കുറിച്ചുള്ള ചിന്തയിലായി. ഒരു നദിക്കക്കരെ താമസിക്കുന്ന പ്രണയിനിയുടെ അടുക്കലെത്താൻ അദ്ദേഹം ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു. മുഹമ്മദ് അലി കുത്തബ് ഷാ രാജകുമാരൻ മൂസി നദിയുടെ മറുകരയിൽ താമസിച്ചിരുന്ന ഭാഗമതി എന്ന ഹിന്ദു സ്ത്രീയുമായി പ്രണയത്തിലാണെന്ന് കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ പിതാവ് സുൽത്താൻ ഇബ്രാഹിം കുലി കുത്തബ് ഷാ തൻ്റെ മകൻ സുരക്ഷിതമായി ആ നദി മുറിച്ചു കടക്കാൻ നിർമ്മിച്ച പാലമാണ് പുരാന പുൽ. ഇത് പ്യാർ ആന പുൽ, ഇംഗ്ലീഷിൽ ഓൺ ലവ് ബ്രിഡ്ജ് എന്നും അർത്ഥം. നദിക്കക്കരെ താമസിക്കുന്ന തൻ്റെ മകൻ്റെ പ്രണയിനിയെ കാണാൻ പോകാനായി പിതാവ് നിർമ്മിച്ചു നൽകിയ പാലമാണ് ഹൈദരാബാദിൽ ഇന്നും നിലനിൽക്കുന്ന പുരാണ പുൽ എന്ന പാലം. 1908 വെള്ളപ്പൊക്കത്തിനു ശേഷം അവശേഷിക്കുന്ന ഒരേ ഒരു പാലമാണെങ്കിലും ഇന്ന് ഇത് ഉപയോഗത്തിലില്ല. ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പിതാവായി സുൽത്താൻ ഇബ്രാഹിം കുലി കുത്തബ് ഷാ ജനമനസ്സിൽ നിലനിൽക്കട്ടെ. താമസിയാതെ യുവരാജാവ് തൻ്റെ മനസ്സിനെ ഏറെ കീഴ്പ്പെടുത്തിയ ആ സുന്ദരിയായ യുവതിയുമായി വിവാഹത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവളുടെ ജന്മസ്ഥലത്ത് അദ്ദേഹം ഒരു നഗരം സ്ഥാപിക്കുകയും അവളോടുള്ള സ്നേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഭാഗനഗർ അല്ലെങ്കിൽ ഭാഗ്യനഗർ എന്ന പേരിടുകയും ചെയ്തു. വിവാഹശേഷം ഇസ്ലാം മതം സ്വീകരിച്ച യുവതി ഹൈദർ മഹൽ എന്ന പേര് സ്വീകരിച്ചു. അവളുടെ പേര് എന്നും നിലനിർത്തണമെന്ന തീരുമാനത്താൽ ആ സുന്ദര നഗരത്തിന് ഹൈദരാബാദ് എന്ന് പുനർനാമകരണം ചെയ്തു. 1591 മുതലാണ് ഹൈദരാബാദ് എന്ന പേരിൽ ഈ നഗരം അറിയപ്പെടാൻ തുടങ്ങിയത്. എത്ര സുന്ദരമായ കഥ! അക്കാരണത്താൽ ഹൈദരാബാദ് പ്രണയിനികളുടെ നഗരം എന്ന പേരിലും അറിയപ്പെടുന്നു. സ്ത്രീ പുരുഷ സ്നേഹബന്ധത്തിൻ്റെ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത അഗാധമായ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഹൈദരാബാദ് നഗരം ഇന്നും നിലനിൽക്കുന്നു എന്ന കവാടവും കടന്ന് കോട്ട. പാർക്കിങ്ങിൽ ബസ് നിർത്തി ഞങ്ങൾ കോട്ടയ്ക്ക് സമീപത്തേക്ക് നടന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. കോട്ടയുടെ സംരക്ഷണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ഞങ്ങളുടെ ടീം മാനേജർ ടിക്കറ്റുമായി എത്തി. കയറുന്ന ഭാഗം കമനീയമായി പുൽത്തകിടി ഒരുക്കിയിട്ടുണ്ട്. ഒരു വലിയ മലയോട് ചേർന്നാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. 10ാം നൂറ്റാണ്ടിൽ ഇവിടം ഭരിച്ചിരുന്ന കാകതീയ രാജാവായിരുന്ന പ്രതാപ് രുദ്രൻ AD 945 975 ഇടയിലാണ് കോട്ടയുടെ നിർമ്മിതിക്ക് തുടക്കമിട്ടത്. വലിയ ഒരു മതിൽക്കെട്ടിനോട് ചേർന്നാണ് പ്രധാന കവാടം. ശത്രുക്കളുടെ ആക്രമണം തടയാനായി ഒട്ടനവധി സംവിധാനങ്ങൾ കോട്ടയ്ക്കകത്ത് ഒരുക്കിയിട്ടുണ്ട്.
അക്കാലത്തെ ഒരു രത്നഖനിയായിരുന്നു ഗോൾക്കൊണ്ട ഫോർട്ട്. കോഹിനൂർ രത്നങ്ങളടക്കം ഇവിടെ നിന്നുമാണ് കടത്തിക്കൊണ്ടുപോയത്. ഇതിന്റെ പേരാ ബുലന്ദ് ദർവാജ. കോട്ട ഇതിന്റെ മെയിൻ ഗേറ്റ് പുറത്തു നോക്കി കാണാൻ കഴിയില്ല. കോട്ടയുടെ ഈ കവളം പുറത്തു നോക്കി കാണാൻ കഴിയില്ല. രണ്ട് സൈഡിൽ കൂടെ മാത്രമേ വന്ന് കയറാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അഥവാ അക്രമകാരികൾ വന്നു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ നിന്ന് അവരെ തുരത്താൻ കഴിയും. സൈനിക ടാക്ടിക് ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ് ടാക്ടിക്. പിന്നെ സാധാരണ മുസ്ലിം ആർക്കിടെക്ചറിൽ നിങ്ങൾ ഇങ്ങനെ മൃഗങ്ങളുടെ രൂപങ്ങളൊന്നും പൊതുവെ ഉണ്ടാകാറില്ല. ഇവിടെ അതുണ്ട്. പിന്നെ ഈ കമാനങ്ങളിലൊക്കെ തന്നെ ഒരു കാലത്ത് ധാരാളം രത്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ചെറിയ നീല വെള്ളയുള്ള കല്ലുകൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇതൊരു രത്ന ഖനിയായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് കല്ലുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഈ കോട്ടയം തകർത്ത് അഥവാ അതിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ നിന്ന് ഇനി അടിച്ചുള്ളിലേക്ക് കയറാൻ നോക്കുകയാണെങ്കിൽ ഈ കോട്ടവാതിൽ തകർക്കണമല്ലോ. അപ്പോൾ ആനേനെ എങ്ങാനും വെച്ച് ഇവിടുന്ന് കോട്ടവാതിൽ ചവിട്ടി തുറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലെ ആ ഒരു ജനലിലൂടെ തിളച്ച വെള്ളം ആനേൻ്റെ മേലെ കൊഴിച്ചവർ വായിക്കും. പിന്നെ അവിടുന്ന് ബാക്കിയുള്ള സൈനിക പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കോട്ട നോക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ കയറുന്ന ഇപ്പോൾ ഒരു ചേച്ചി നിൽക്കുന്ന സ്ഥലമില്ലേ, ഇങ്ങോട്ട് വന്നല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഒന്ന് റൗണ്ട് ചെയ്ത് നിൽക്കണം. അവിടെ നിന്നാണ് ഈ കോട്ടയുടെ ഉള്ളിലേക്ക് കയറുന്ന ആൾക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ മൊത്തം മുകളിൽ നമ്മൾ കണ്ടൊരു ഇതില്ലേ ദർബാറില്ലേ, അവിടേക്ക് ഈ രാജാവിനുണ്ടെങ്കിൽ മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടുന്ന്. അവിടെ കൈ മുട്ടിക്കഴിഞ്ഞാൽ പ്രത്യേക സൗണ്ട് കേൾക്കും. അതു കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് അതിശയം ജനിപ്പിക്കുന്ന ക്ലാപ്പിംഗ് പോർട്ടിക്കോയിലാണ്. കോട്ടയ്ക്കകത്ത് ആരെങ്കിലും അതിക്രമിച്ചു കടന്നാൽ ഇവിടെ നിൽക്കുന്ന പടയാളികൾ കൈകൊട്ടും. ആ ശബ്ദം കോട്ടയുടെ കാവലിരിക്കുന്ന സൈനികർക്ക് കേൾക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നിർമ്മിതിയാണ് ഇതെന്ന് ഗൈഡ് പറഞ്ഞു. ഇത് അന്നത്തെ ഒരു ടെലി കമ്മ്യൂണിക്കേഷനായാണ് വിലയിരുത്തുന്നത്. എല്ലാവരും കൈമുട്ടി ആസ്വദിച്ചു. അതും കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ മറ്റൊരു അതിശയം. തൊട്ടടുത്ത് തന്നെ കോടതിയും ന്യായാധിപന്മാരും ഉൾക്കൊള്ളുന്ന കോടതി മുറി. ഇവിടുന്ന് കാര്യങ്ങളൊക്കെ പറയുക, കാര്യങ്ങളൊക്കെ ആക്കുക. പക്ഷെ ഇവിടെ നിന്നാണ് ന്യായാധിപന്മാരുണ്ടാവുക. അതിന് മുകളിൽ രാജാവ്. ഇവിടെ നോക്കിയാൽ രാജാവിനെ കാണുന്നുണ്ടോ? പബ്ലിക്കിന് ഒരിക്കലും രാജാവിനെ ഇതിന് പ്രത്യേകിച്ച് പബ്ലിക്കിന് വരാൻ പറ്റില്ല. ഇവിടെ ഇവിടെ ന്യായാധിപന്മാരുണ്ടാവും. ഇവര് കാര്യങ്ങൾ ചെയ്യും. ഇവിടുന്ന് സംസാരിക്കുന്ന വ്യക്തമായിരുന്നില്ലേ, ഇങ്ങോട്ട് മാറിയിട്ടാണ് ആ രാജാവിന് കേൾക്കാൻ പറ്റും. അതുകൂടാതെ ഇവിടുത്തെ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി രാജാവിനോട് കാലേ വെക്കല്ലേ. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതം നോക്കണ്ട. ഭക്ഷണം, താമസം, വസ്ത്രം, ജോലി, കുടുംബത്തിനേക്കുള്ള എല്ലാം ആയി. ഇത് കയറി നേരിട്ട് അപ്പോൾ തന്നെ KCB എഞ്ചിനീയർ വിളിച്ച് അവാർഡ് എന്ന് പറഞ്ഞാല് അപ്പോൾ തന്നെ ജോലിയാണ്. നമ്മളെക്കാളും മെലിഞ്ഞ മലയാളം പൊന്തിച്ചിട്ടുണ്ട്. ഹിന്ദിക്കാരൊക്കെ പൊന്തിക്കുന്നതാണ്. വിചാരിച്ചോ അത് പൊക്കിയാൽ എന്താ ഗുണം പറഞ്ഞു? പണ്ടത്തെ ട്രെയിനിങ്ങിന് എടുക്കും. അങ്ങനെ ഒരു ട്രെയിനിങ് വേറെ പരിപാടിയില്ല. 250 കിലോ അതെയാ ത്രൂ എടുത്തു. അല്ലെ വേറെ ടെസ്റ്റ് ഉണ്ട്. ഇത് ഫസ്റ്റ് നോക്കിയാൽ പിന്നെ അയാൾ പിന്നെ വേറെ ഒന്നും നോക്കൂല. അത് കഴിഞ്ഞ് കുന്നിന്റെ മുകളിൽ നിന്നും വരുന്ന വെള്ളം പിടിച്ചു വെക്കാനുള്ള ടാങ്ക് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നിർമ്മിതി. അവിടെ നിന്നും പുറത്തിറങ്ങി ഞങ്ങൾ കണ്ടത് വലിയ ഒരു നിർമ്മിതിയാണ്. കോട്ടയുടെ ഒരു ഭാഗത്തായി തല ഉയർത്തി നിൽക്കുന്നു. യുദ്ധസാമഗ്രികളും വെടിക്കോപ്പുകളുടെ നിർമ്മിതിയും സൈനികരുടെ വാസസ്ഥലവും ഒക്കെ കലർന്ന വലിയ ഒരു കെട്ടിടം. ഇതിൻ്റെ പേര് അസ്ലാം ഖാന. 3 നിലകളിലായി ഇത് നിർമ്മിച്ചിരിക്കുന്നു. ഇവയ്ക്കിടയിലായി തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ, പണ്ടുണ്ടായിരുന്ന കെട്ടിടത്തിൻ്റെ ബാക്കി പത്രങ്ങൾ. ഏതോ ശത്രുവിൻ്റെ ആക്രമണത്താൽ തകർന്നതാണെന്ന് തോന്നിക്കുന്ന വിധം മേൽക്കൂരയടക്കം തകർന്നിരിക്കുന്നു ആ വസതിയിൽ. അതിൽ കൂടെ നടന്ന് ഞങ്ങളെല്ലാം കണ്ടു.
രാജകൊട്ടാരത്തിൽ രാജ്ഞിമാർക്കും മറ്റും താമസിക്കാനായി കോട്ടയിൽ ഒരുക്കിയ മണിമന്ദിരങ്ങളായിരുന്നു അടുത്തത്. സുൽത്താൻ ഭരണകാലത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഇവയുടെ ഭാഗങ്ങളെല്ലാം തകർന്നടിഞ്ഞിരിക്കുന്ന ദയനീയ കാഴ്ച. നൂറ്റാണ്ടുകളായി അന്നത്തെ മനുഷ്യരുടെ കഠിനാധ്വാനം ഇവിടെ തകർന്നടിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും ശേഷിക്കുന്നവ നന്നായി ഇപ്പോൾ സംരക്ഷിക്കുന്നതിൽ സന്തോഷം തോന്നി. എല്ലാം വിശദമായി നടന്നു കണ്ടു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് വൈഭവത്തിൻ്റെ മഹനീയതയ്ക്ക് മുന്നിൽ നമിക്കുന്നുവെന്ന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തും സഹപാഠിയുമായ ബാലചന്ദ്രൻ പറഞ്ഞു. തുടർന്ന് ഇടുങ്ങിയ വഴിയിലൂടെ മുന്നോട്ട് നടന്നു. ഒരു ചെറു നഗരം കോട്ടയ്ക്കകത്തുണ്ടായിരുന്നു. രാജകുടുംബങ്ങളും പരിചാരകരും സൈനികരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 5000-ലധികം പേർ വസിച്ചിരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആയുധ നിർമ്മാതാക്കളും ആഭരണ നിർമ്മാതാക്കളും ഇതിൽപ്പെടും. കോട്ടയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം മലമുകളിലാണ്. നിരവധി പടവുകൾ കയറി വേണം മുകളിലെത്താൻ. നടന്നു ക്ഷീണിച്ചെത്തുന്നവരെ കാത്ത് മുകളിൽ വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട്. ഗോൽക്കൊണ്ട കോട്ട നിർമ്മിച്ച കാക്കതീയ രാജവംശത്തെ പരാജയപ്പെടുത്തി ഇസ്ലാമിക രാജവംശമായ ബാമിനി വംശം ചേക്കേറിയതോടെയാണ് കോട്ടയുടെ ചരിത്രം മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞത്. എന്തൊക്കെ ദുരന്തങ്ങൾക്കും ഒറ്റകൊടുക്കലിനും അനീതിക്കും വേദിയായിട്ടുണ്ടായിരിക്കും ഇവിടം. കാരണം രാജഭരണം തിരുവായ്ക്ക് എതിർവായില്ലെന്നല്ലേ നമ്മൾ കേട്ടുപഠിച്ചിരിക്കുന്നത്. കോട്ടയുടെ മുകളിലേക്കുള്ള യാത്ര കഠിനമാണ്. ഒട്ടേറെ കോട്ടയുടെ ബാക്കി ഭാഗങ്ങളും കണ്ടു. ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ആഡംബര ജീവിതത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇന്നത്തെ യാതൊരു സാങ്കേതിക വിദ്യകളും നവീന രീതിയിലുള്ള ഉപകരണങ്ങളും ഒന്നുമില്ലാതെ മനുഷ്യശേഷി മാത്രം കൈമുതലാക്കിയുള്ള നിരവധി കെട്ടിടങ്ങളുടെയും വാസസ്ഥലങ്ങളുടെയും നിർമ്മാണ വൈഭവം. ഇതുപോലുള്ള എത്രയെത്ര കോട്ടക്കൊത്തലങ്ങളാണ് ആക്രമണത്തിൻ്റെയും പിടിച്ചടക്കലിൻ്റെയും ഏകാധിപത്യ നയത്തിനാലും നശിപ്പിക്കപ്പെട്ടതെന്ന് ഓർക്കുമ്പോൾ മനസ്സ് വേദനിക്കാതെ വയ്യ. അത്ര മഹനീയമാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനുഷ്യനിർമ്മിതമായ ഇത്തരം അത്ഭുതങ്ങൾ കാണാതെ പോകുന്നത് നമ്മളും ഇവിടെ ജീവിച്ചിരുന്നുവെന്ന് മനസ്സിൽ ഓർക്കാൻ മാത്രമുള്ള കാഴ്ചകൾക്ക് മുമ്പിൽ തലകുനിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ഇതൊരിക്കലും മായാതെ നിൽക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളും പുത്തൻ ജീവിത സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി വരുന്ന സമ്പന്നന്മാരെക്കാളും ഉയർന്ന നിലവാരത്തിലാണ് രാജാക്കന്മാർ ജീവിച്ചതും രാജ്യം ഭരിച്ചതെന്നും വരും തലമുറയെ ആകർഷിക്കുന്ന ഒട്ടേറെ വിലപ്പെട്ട ഇതുപോലുള്ള സമ്പത്തുകളും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇത്തരം സുഖ സൗകര്യങ്ങൾക്ക് പിറകെ മാത്രം പോകാനുള്ള വ്യഗ്രതയാണ് ഇന്നത്തെ ഭരണകർത്താക്കളുടെ പരാജയം. ഗോൽക്കൊണ്ട ഫോർട്ടും അതിൻ്റെ ചരിത്രവും വളരെ വിശദമായി ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. ഓരോ യാത്ര കഴിയുമ്പോഴും നമ്മൾ കണ്ടെത്തുന്ന ചരിത്ര വസ്തുതകൾ നമ്മളെ ഏറെ അതിശയം ജനിപ്പിക്കുന്നതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത്. അന്നത്തെ നിർമ്മാണ പ്രവൃത്തികൾ ഇന്നത്തെ എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാർക്ക് പോലും അതിശയത്തോടെയാണ് കണ്ടുവരുന്നത്. അത്തരം അതിശയം ജനിപ്പിക്കുന്ന നിരവധി കാഴ്ചകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് കണ്ടെത്തുവാനുള്ള ശ്രമം നമുക്ക് തുടരാം. നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ പ്രചോദനം. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കുവാൻ താല്പര്യം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.